ബി.ജെ.പിയുടെ കരുത്തനായ നേതാവ് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമലൈ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടി വിടുമെന്ന ചർച്ച തമിഴ്നാട്ടിൽ കൊഴുക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് അമിത്ഷാ ചുവട് വയ്ക്കുമോ? അമിത്ഷാ ഒരിക്കലും ചുവട് വയ്ക്കില്ലെന്ന് മാത്രമല്ല, അണ്ണാമലയെ നല്ല എവിടെ ഏത് നല്ല പ്രവർത്തകനുണ്ടോ അവരെ നിലനിർത്തുക എന്ന് മാത്രമല്ല, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക, പാർട്ടിയുടെ നാളത്തെ ശക്തിയാക്കി മാറ്റുക എന്നുള്ളത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പോളിസിയാണ്. അല്ല, അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഞാൻ നരേന്ദ്രമോദിയും അമിത്ഷായും കണ്ട് ശുദ്ധമായ രാഷ്ട്രീയം പ്രതീക്ഷിച്ചാണ് ബി.ജെ.പിയിൽ വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ ശുദ്ധമായ രാഷ്ട്രീയം ഇന്ന് ബി.ജെ.പിയിൽ ഇല്ലെന്നാണോ? ബി.ജെ.പിയിൽ ഇല്ലെന്നല്ല, ബി.ജെ.പിയുടെ സൗത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. അതായത് നമ്മൾ തമിഴ്നാട്ടിലെ കാര്യം നമുക്ക് അറിയാമല്ലോ. പലപ്പോഴും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ചില നേതാക്കളാണ് സംസ്ഥാന നേതാക്കളാക്കിയിട്ടിരിക്കുകയും അവരൊക്കെ പലയിടത്തും ഗവർണറായിട്ടും ഒക്കെ പോവുക. ഇതാണ് പതിവ്. കേരളത്തിൽ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വാചകം അടിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പണം കൊണ്ട് കാറിൽ കയറി നടന്ന് നേതാവായിട്ട് പോയി അവസാനം എവിടെയെങ്കിലും ഗവർണറായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവികളോ ഒക്കെ കിട്ടി പോവുക. ഇവിടെ ഈ മണ്ണിൽ പാർട്ടിയെ രാജ്യസഭ എം പി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിനിധി കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു സഹമന്ത്രിയായിട്ടോ ഒക്കെ പോയി ഇരിക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ ആ പാർട്ടിയെ വളർത്താൻ പലരും തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. ഇതിനേക്കാൾ മോശമാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. അതിനൊരു മാറ്റം വരുത്തിയ ആളാണ് അണ്ണാമലൈ. യുവാക്കളെ മുഴുവൻ സംഘടിപ്പിച്ച് യുവാക്കളുടെയൊക്കെ രോമാഞ്ചമായി നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു വലിയ ആൾ ഇന്ത്യയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അമിത്ഷാ എന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയൊരാൾ, അവരെല്ലാം ചേർന്നൊരു വലിയ മന്ത്രിസഭ, ആ മന്ത്രിസഭ നാടിന് മുഴുവൻ ഗുണം ചെയ്യുന്നു. ആ ഗുണം തമിഴ്നാടിനും വേണ്ടേന്ന് ചോദിച്ച് അദ്ദേഹം കാൽനടയായിട്ട് കിലോമീറ്ററോളം നടന്നു, ചാട്ടവാറ അടിച്ച് പലതും ചെരുപ്പ് ഉപേക്ഷിച്ച് നടന്നു. സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ചാട്ടവാറടിച്ച് സ്വയം അതിൽ പരിഹാരം കാണാൻ ശ്രമിച്ച, ഇങ്ങനെ ഒരുപാട് മാജിക്കുകൾ അദ്ദേഹം ചെയ്തു. അതെല്ലാം അവിടെ അക്സെപ്റ്റബിളും ആയിരുന്നു. അദ്ദേഹം പാർട്ടിയെ 20% വോട്ടിലേക്ക് കൊണ്ടുവന്നു. നിസ്സാരമായി കിടന്ന ഒരു പ്രസ്ഥാനത്തിന് 20% വോട്ടിലെത്തിച്ചു. 3-4% കടന്നത്. അവിടെ എത്രയോ വലിയ ഇന്ന് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻജി അടക്കം എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും ഈ പാർട്ടി ജീവിതത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അവരൊക്കെ എം പി ആയിട്ടുണ്ട്, രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട്, ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഒന്നുകിൽ അണ്ണാ DMKയുടെ വാലിൽ തൂങ്ങി, അല്ലെങ്കിൽ DMKയുടെ വാലിൽ തൂങ്ങി, അല്ലേ? സ്വന്തമായിട്ട് നിൽക്കാം, നിന്ന് 20% വോട്ട് പിടിക്കാമെന്ന് തെളിയിച്ച ആൾ അണ്ണാമലയാണ്, അല്ലേ? ഇത് കർണാടകയിൽ ഇത് തന്നെയാണ്. കർണാടകയിലും ഒരുപാട് അനാമത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയൊരു തേജസ്വി ഉൾപ്പെടെ ആൾക്കാരെ തേജസ്വി അടക്കമുള്ളവർ വരുന്നത് പാർട്ടിയിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പഴയ ഒരു കറപ്ഷൻ ടീം ഉൾപ്പെടെയുള്ള ഒരു കടൽ കിഴവന്മാർ മാറി ഒരു പുതിയ ടീം ആ പാർട്ടിയിൽ ഉണ്ടായി വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത കർണാടകയിലുണ്ട്. അതാണ് അണ്ണാമലയെ ബുദ്ധിമുട്ട്. അണ്ണാമല ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ഏതാണ്? ഈ അണ്ണാ DMKയുമായിട്ടുള്ള പ്രശ്നത്തിലാണല്ലോ. അദ്ദേഹത്തെ മാറ്റിയത് പോലും അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ഒരു ദേശീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സുപ്രധാന പദവി ലഭിക്കുമെന്ന്. പക്ഷേ നാളുകൾ ഇത്രയും കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം സ്വന്തം വഴി തേടി പോയി കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അല്ല, അദ്ദേഹത്തിനെ ആദ്യം പരിഗണിക്കാതിരുന്നില്ല. അദ്ദേഹത്തിനെ ആദ്യം പരിഗണിച്ചപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്തില്ല. അദ്ദേഹം വിചാരിച്ചത് തനിക്ക് സ്ഥാനത്തേക്കാൾ മറ്റെന്തോ ആണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. ഒരു പക്ഷേ ബി.ജെ.പിയുടെ കേന്ദ്ര പ്രസിഡന്റ് വരുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇതുപോലുള്ള പദവികൾ അദ്ദേഹത്തിന് കിട്ടുമെന്നാണ്. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് ഭയങ്കര റീച്ചാണ്, ക്രൗഡ് പുള്ളറാണ്. എന്തിന് കേരളത്തിൽ അണ്ണാമലൈ കേരളത്തിൽ കൊണ്ടുവന്ന് ഇട്ടു നോക്ക്. അല്ല, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പിന്നെ അയ്യപ്പ സംഗമത്തിൽ അവിടെ നടന്ന സംഗമത്തിൽ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അവിടെ കോരിത്തിരിപ്പിക്കുന്ന ഒരു പ്രസംഗം നടത്തി. കയ്യടിയോട് കയ്യടിയായിരുന്നു ഓരോ വാക്കിനും, അല്ലേ? ഈ ഇലക്ഷനിൽ അണ്ണാമലയ്ക്ക് ഈ RCക്ക് ഒരു ചാർജ് ഒരു സപ്പോർട്ടായിട്ട് ശ്രീരാമനൊരു ലക്ഷ്മണനായിട്ടൊന്ന് വിട്ടു നോക്കട്ടെ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വലങ്കയായിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടട്ടെ, അമിത്ഷായും മോദിയും കൂടെ. നിങ്ങൾ ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിലോ ഇവിടെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് 140 മണ്ഡലത്തിലും ഒന്ന് പര്യടനം നടത്തി വരാൻ ഇളക്കി മറിക്കും കേരളത്തിൽ. അദ്ദേഹത്തിന് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഈ സംസ്ഥാനങ്ങളിലെല്ലാം വളരെ പിടിപാടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി നിന്നത് ഉൾപ്പെടെ. കാരണം ഈ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലും പ്രതീക്ഷിക്കാമല്ലോ. കേരളത്തിൽ വന്നാൽ
വൻ വിജയമാണത്. RC അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടതാണ്, നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടേണ്ടത്. തൽക്കാലം അവിടെ നൈനാൻ രാജേന്ദ്രനും പിന്നെ ADMK ഒക്കെ ആയിട്ട് അവിടെ കിടന്ന് കളിക്കട്ടെ, ഞങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് അണ്ണാമലയെ വിട്ടതാ, എന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു പോര് നടത്താനുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോരിന് വന്നാൽ പോരിന് വന്നതാണ്. വെല്ലുവിളി നടത്തി പോര് നടത്താൻ കെൽപ്പുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ വെല്ലുവിളി കൂടുന്നതാണല്ലോ വലിയ തിരിച്ചടി. അത് ശുദ്ധന്മാർക്ക് അങ്ങനെയാണ്, ശുദ്ധന്മാർ വെല്ലുവിളിക്കും, കാരണം അവർക്ക് വേറെ നോക്കാനില്ല. പോളിഷ് ആകുന്ന എവിടെയാണ്? എനിക്ക് സ്വന്തം വലത് നഷ്ടപ്പെടുക. ഇവിടുത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കും പറ്റുന്ന എന്താ കുഴപ്പം? കതറിട്ട് പോളിഷായി ചിരിച്ചുകൊണ്ട് നടക്കും. പിന്നെ പിണറായി വിജയനെ എതിർക്കാൻ അവർക്ക് ഗട്സില്ല. അവിടെ വരുമ്പം മുട്ടിടിക്കും. കാരണം പിന്നെ പല പപ്പും പൂടയും തലയിലും മുതുകിലൊക്കെ ഇരിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ട് അതേപോലെ ഇരിക്കുന്നവർക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അണ്ണാമലയെ പോലുള്ളവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. IPS എന്ന് പറഞ്ഞാൽ എന്തൊരു പദവിയാണ്, ചെറുപ്രായത്തിൽ കിട്ടിയതാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ DGP ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് രാഷ്ട്രീയത്തിൽ വന്നാലും മതിയല്ലോ. പക്ഷേ അദ്ദേഹം അതല്ല ആഗ്രഹിച്ചത്. പെൻഷൻ പോലും വാങ്ങിക്കാതെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. ഒരു 4-5 വർഷം കൂടെ കറങ്ങിയൊക്കെ നിന്നിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി പെൻഷൻ കൂടെ കിട്ടിയിട്ട് വന്നാലും മതിയായിരുന്നു. നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ചെയ്ത പോലെ 20 വർഷം കംപ്ലീറ്റ് ചെയ്ത് പെൻഷനും വാങ്ങിച്ചിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പോലും ഉള്ള വെയിറ്റ് ചെയ്യാതെ എനിക്ക് എൻ്റെ യുവത്വം നിലനിൽക്കുമ്പോൾ എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന ആളാണ് അണ്ണാമല. ആ അണ്ണാമലയെ സംരക്ഷിക്കാൻ BJP ബാധ്യസ്ഥമാണ്. അത് നരേന്ദ്രമോദി ചെയ്യും, അമിത്ഷാ ചെയ്യും. പിന്നെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പ്രസ്താവനയുമായി വന്നത്? അദ്ദേഹത്തിന് അവിടെ ഒരുപാട് അദ്ദേഹം പറയുകയാണ് രാഷ്ട്രീയം അടുത്താൽ കൃഷിയിലേക്ക് കടക്കുമെന്ന്. അത് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത് അണ്ണാമല എവിടെ ചെന്നാലും അണ്ണാമലയ്ക്ക് ചെയ്യാണ്. ഇവിടെ ഞാനത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ചില വലിയ നേതാക്കൾ സ്റ്റേജിലിരിക്കുമ്പം ചിലർ കയറുമ്പോൾ കയ്യടി വരുന്നുണ്ട്. ആ കയ്യടി ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലേ? ഇത് തന്നെയാണ് അണ്ണാമലയ്ക്കും. അല്ല, അത് ഇടക്കാലത്ത് അമിത്ഷാ വന്നപ്പോൾ അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇത് കാണിക്കുന്നത് എന്താണ്? അണ്ണാമല എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തിന് ജനങ്ങൾക്ക് ഇഷ്ടമാണ്, പാർട്ടിക്ക് ഇഷ്ടമാണ്, പാർട്ടി അണികൾക്ക് ഇഷ്ടമാണ്. പിന്നെ ആർക്കിഷ്ടമല്ല? പാർട്ടിയിൽ എണ്ണപ്പെട്ട നൈനാൻ രാജേന്ദ്രനെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ചുരുക്ക് വരും. കാരണം ഞാനിവിടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു, മറ്റവൻ കയറി വന്നപ്പോൾ ആൾ കൈയടിക്കുന്നു, മറ്റവൻ ഇറങ്ങിപ്പോയപ്പം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവൻ്റെ കാറിൻ്റെ അവിടം വരെ ആളുകൾ പോകുന്നു, ടാറ്റ പറയുന്നു, തൊടാൻ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ആൽബം കൊണ്ട് കൊടുക്കുന്നു, ഓട്ടോഗ്രാഫ് ചെയ്യിക്കുന്നു, അല്ലേ? അപ്പം ഇത് സഹിക്കില്ല. എന്നാൽ അതിനുള്ള ഗ്ലാമറും ഇല്ല, അല്ലേ? ഒരു സിനിമാ താരം പോലെ ഇരിക്കുകയാണെങ്കിൽ തിരക്കേടില്ല. അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ്റെ, ഒരു കർഷകൻ്റെ, സാധാരണ ഒരു തമിഴ് യുവാവിൻ്റെ ഒരു രീതി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. യുവാവല്ല, ഇപ്പം മധ്യവയസ്കനായി, എന്നിട്ടും ആ ഒരു പട്ടാള ആർമിയിൽ അല്ല IPS-ൽ ഇപ്പോൾ മധ്യവയസ്കൻ എന്ന് പറയുമ്പോൾ ഇല്ല, യുവ നേതാവ് എന്ന് പറയുമ്പോൾ 55ആണ്. 55ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല, യുവ നേതാവ് തന്നെയാണ്. എന്തായാലും തെക്കേ ഇന്ത്യയിൽ തള്ളിക്കളയാൻ പറ്റാത്തൊരു നേതാവാണ് അണ്ണാമല. അണ്ണാമലയെ നരേന്ദ്രമോദി വിടില്ല, അമിത്ഷായും വിടില്ല. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുമോ? 1 വർഷം കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സ്റ്റാലിനെ എന്തായാലും താഴെ ഇറക്കിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് BJP പറയുന്നുണ്ടല്ലോ. ഇനി സ്റ്റാലിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പോൾ ADMK മാത്രം വന്നാൽ പോരാ, നമ്മുടെ വിജയ് ഉൾപ്പെടെയുള്ളവരെ പാളയത്തിൽ കയറ്റിയാൽ മാത്രമേ സ്റ്റാലിനെതിരെ വെല്ലുവിളി നടത്താൻ പറ്റൂ. ആ ഒരു മുന്നേറ്റത്തിൽ അണ്ണാമലയ്ക്ക് ഒന്നുകിൽ ഇവിടുന്ന് ഇവിടെ വാങ്ങി, പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് വിജയ് അണ്ണാമല സഖ്യം വരുമെന്ന്. അങ്ങനെ അതിന് യാതൊരു സംശയവുമില്ല. കാരണം അണ്ണാമലയ്ക്ക് വിജയോടും വിജയ്ക്ക് അണ്ണാമലയോടും വളരെ മമതയുണ്ട്. അല്ല, അദ്ദേഹം പാർട്ടി വിട്ടുപോകുമോ? അങ്ങനെയാണ്. പാർട്ടി വിട്ടുപോയാൽ അതിനേക്കാൾ വലിയ സാധ്യതയുണ്ട്. കാരണം വിജയ്ക്ക് ഇന്നൊരു വലങ്കൈ ഇല്ലാതിരിക്കുകയാണ്. വിജയ് നേതാവില്ല. നേതാവുണ്ട്, വിജയ് നേതാവാണ്, പക്ഷേ ഓർഗനൈസ് ചെയ്യാൻ, അതായത് നമ്മള് രണ്ടാമതൊരു നേതാവില്ല, എവിടെ പോയാലും വിജയ്. അതെ, അത് പറ്റില്ല. കാരണം വിജയ് ഒരു ഗ്ലാമർ ആയിട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും കാര്യം പറഞ്ഞില്ലേ? പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുന്നത് പട്ടേലായിരുന്നു. അവിടെ എന്ത് കാര്യം കരിയിൽ അനങ്ങണമെങ്കിൽ സർദാർ പട്ടേലാണ് നിശ്ചയിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഹായ് പറഞ്ഞു പോവുകയുള്ളൂ. അതുപോലെ വിജയെ ഹായ് പറയാനായിട്ട് വിടുകയും അണ്ണാമലെ അതിൻ്റെ തലപ്പത്ത് വരികയും ചെയ്താൽ ഗുണം ചെയ്യുമെന്ന് മാത്രമല്ല, അത് വരും ഭാവിയിൽ BJP അണ്ണാമലെ വിജയ് ഒരു കൂട്ടുകെട്ട് വന്ന് തമിഴകം പിടിച്ചടക്കുന്ന
തമിഴകത്ത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് BJP പിന്നെ മന്ത്രിസഭയായിരിക്കും അങ്ങനെ ഒരു സാധനം ഉടലെടുക്കുകയാണെങ്കിൽ ഉണ്ടാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.